ഹായ് ഗൈസ്. അങ്ങനെ നമ്മുടെ ലാൽ മീഡിയയുടെ കല്യാണരാവ് സീസൺ 3 ഷൂട്ടിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 5 മെയിൻ വോക്കലും 4 കോറസുമാണ് ഉള്ളത്. ഇത് നമ്മൾ സീസൺ 1ഉം സീസൺ 2വിനെ അപേക്ഷിച്ച് വേറൊരു ലെവൽ സാധനമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു കല്യാണം ഔട്ട്ഡോറായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ നമ്മൾ ഫുള്ള് സെറ്റ് ഇടുക, കല്യാണ വീട് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ ഫുള്ള് സെറ്റിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു ഫേക്ക് കല്യാണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനുള്ള ഒക്കെ എല്ലാം നമ്മൾ ഇപ്പോൾ ഒക്കെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ അതിൻ്റെ ബ്രൈഡ് മേക്കപ്പ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു കല്യാണമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അവിടെ അതിൻ്റെ കല്യാണ വീട്ടിൽ ലൈറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ പോയി വരാം. അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഫുള്ള് സെറ്റ് ഇടുകയാണ്. ഇതാണ് നമ്മളെ വീട്. ഇവിടെയാണ് സെറ്റ് ഇടുന്നത്. ലൈറ്റുകളും കാര്യങ്ങളൊക്കെ തൂക്കുന്നുണ്ട്. നമ്മുടെ നേരെ സ്റ്റുഡിയോൻ്റെ താഴത്തുള്ള ലിൻഷ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ട്, അവരാണ് ഇതിൻ്റെ വർക്ക് ചെയ്യണത്. ഇപ്പോൾ ഇത് നമ്മൾ കവാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ടേജും കൂടി സ്റ്റേജും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ ഷൂട്ടിനുള്ള ലൈറ്റും അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ താഴത്ത് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബ്രൈഡിനെയും കൊണ്ടുപോയിട്ട് നമുക്ക് ബ്രൈഡിന് ഇടാനുള്ള ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. നമ്മളെ എടവണ്ണ ഒരു ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ നമ്മളിതാ എടവണ്ണ കെൻസൺ ബ്രൈഡ് റെൻ്റൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് നമുക്ക് ബ്രൈഡിന് ഇടാനുള്ള ഔട്ട്ഫിറ്റൊക്കെ സ്പോൺസർ ചെയ്തത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമ്മളുടെ തീം എന്ന് പറഞ്ഞാൽ ഒരു റെഡായിരുന്നു. അപ്പോൾ നമുക്കൊരു അടിപൊളി റെഡ് ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നല്ല, അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ സെറ്റ് ഇടുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ടീമോട് അവിടെ ഫുള്ള് അതിൻ്റെ പണികളൊക്കെ സെറ്റാക്കാണ്. ഇവിടെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറേ കർട്ടൻ വെക്കാനുണ്ട്. കർട്ടൻ്റെ പണികൾ സെറ്റാക്കാണ്. കഷ്ടപ്പാടാണ് ഗായ്സ്, കഷ്ടപ്പാടാണ്. ഈ കൈ കൊണ്ട് മറച്ച് തരുന്നതാണ് നമ്മളെ ബ്രൈഡ്. ഇത് ബ്രൈഡിൻ്റെ അനിയത്തിട്ടാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മളിതാ ഇവിടെ താഴത്ത് സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളെ ബ്രൈഡ് ഇതാ നമ്മളെ റൂമിൽ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ മേക്കപ്പിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് പോയി നോക്കാം. ബ്രൈഡ് മേക്കപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യണത് ഷെയ്ക്സ് ബ്രൈഡൽ മേക്കോവർ എന്ന ഒരു ടീമാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്, ഫ്രണ്ടിൻ്റെ വൈഫാണ് ചെയ്യണത്. അടിപൊളി മേക്കപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, മേക്കപ്പ് ഇടാതെ തന്നെ നല്ല രസമുണ്ട്. ഇല്ലാത്തല്ലോ അടച്ചിരിക്കണ മാതിരി ഇങ്ങനെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഇങ്ങനെ പഠിക്കണമല്ലേ. അങ്ങനെ നമ്മുടെ ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഈ കാണുന്നതാണ് എൻ്റെ വൈഫും എൻ്റെ മോളും. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബ്രൈഡ്. അങ്ങനെ ഞാനിതാ വീണ്ടും സെറ്റിലെത്തിയിട്ടുണ്ട്. സെറ്റിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ക്രൗഡുകളെല്ലാം തന്നെ എൻ്റെ കുടുംബക്കാരാണ്. എൻ്റെ കുഞ്ഞാമാരും അമ്മായികളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഞാൻ ഈ ഷൂട്ടൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്.
മുസിന, എങ്ങനെ നമ്മളെ കല്യാണ പാട്ടിന്റെ സെറ്റ്? അടിപൊളിയാണ്, ഒന്നും പറയല്ല. സൂപ്പറായില്ലേ? കല്യാണം കഴിച്ചാലോന്ന് വരെ തോന്നി. കല്യാണം കഴിക്കാൻ പോയി അതൊന്നും ഇവിടെ പറയല്ലേ. ചെക്കനില്ല, എന്നാലും അങ്ങനെ ഈ ഒരു സെറ്റപ്പ് ആകുമ്പോ നമ്മളങ്ങനെ വിചാരിക്കില്ല. അതെ, ബ്രൈഡായ മതിയെന്ന് വിചാരിക്കും. റേക്ക് എന്താ പറയല്ലേ? എന്താ കല്യാണം കഴിക്കാൻ പൂതിയുണ്ടോ? അങ്ങനെ പൂതിനെ ഇപ്പഴാണ് എടുത്തു നമ്മൾ അല്ലേ? ഇത് റിയന്റെ അമ്മ കേട്ടോ, റിയന്റെ അമ്മയാണ്, ഇതിന്റെ കുഞ്ഞാമ്മയാണ്. അതാണ് നമ്മളെ മെയിൻ. ഇതാണ് നമ്മളെ മെയിൻ. പുതിയനോടെ കൊണ്ടുവന്ന് കഴിയുന്ന. അങ്ങനെ ഞങ്ങളെ പാട്ട് ഷൂട്ട് ചെയ്യാണ്. ഇതാണ് എൻ്റെ വൈഫ്. എന്താ എനിക്ക് പറയല്ലേ? ഷടായി നടക്കട്ടെ എന്ന്. നടക്കൂല അപ്പൊ ഭയങ്കര സെറ്റ് കാണാം. ചൊറുക്ക് കഴിക്കണം. ലിപ്സ്റ്റിക് ഒക്കെ ചൊറുക്കിൽ വന്നിക്കണം എല്ലാവരും. അങ്ങനെ നമ്മുടെ ടീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ഓരോ പീസും കട്ടാക്കിയിട്ടാണ് എടുക്കുന്നത്. അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, 9 ആർട്ടിസ്റ്റുകളുണ്ട്. ഈ 9 ആൾക്കാരതും കട്ട് ചെയ്ത് അങ്ങനെ എടുക്കണം. ഈ ഇരിക്കണതൊക്കെയാണ് എൻ്റെ അമ്മായികൾ, എൻ്റെ അമ്മ, എൻ്റെ മൂത്തമ്മമാർ, എൻ്റെ കസിൻസുകൾ എല്ലാവരും ഉണ്ട് ഇതിൽ. ഒക്കെ ഷൂട്ട് കാണാൻ വന്നതാ. എഡിറ്ററിൽ ആരും അല്ലാരും ആ കറുപ്പ് ഡ്രസ് ഇട്ട മോളില്ലേ എന്താ ഹീന പിടിച്ചോളി. ആ തിരിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് വാ.
അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെയും ഓഡിയൻസിൻ്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് ഇനി നേരെ ഓർക്കസ്ട്രേഷൻ്റെ സെക്ഷനാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. അതിന് നമ്മൾ ഓർക്കസ്ട്ര ടീം കയറിയിട്ടുണ്ട്. ഇനി അവരുടെ ഷൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഏകദേശം നല്ല ടൈമായി, എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ അനിയന്മാരും കസിൻസ് തന്നെയാണ് ഫുഡൊക്കെ സപ്ലൈ ചെയ്യണത്. പാട്ടെങ്ങനെയുണ്ട്? സൂപ്പറായോ? പാട്ടെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളെ ബ്രൈഡ് അവിടെ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നല്ല അടിയാ, ബ്രൈഡ് നല്ല അടിയാ. ബ്രൈഡിന് വാരി കൊടുക്കണം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതാ. എന്താണോ വെള്ളം അങ്ങോട്ട് പോയിക്കോ. നീ കിട്ടും. നമ്മളെ തബല അടിക്കണ ആള്. ഡ്രംസ് ബാബു. അങ്ങനെ നമ്മളെ ഷൂട്ടൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മളെ സാധനങ്ങളൊക്കെ അതാ എടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, എല്ലാവരും ഉണ്ട്. നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതാക്കണം. നമ്മളെ ടീമൊക്കെ പോയി എല്ലാം സെറ്റായി. ഇത് ഒരു സൂപ്പർ സാധനമാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ 2 സിംഗേഴ്സും കൂടി ഉണ്ട്. നല്ല രസം ഉണ്ടാവുന്നേ. സൂപ്പർ പാട്ടേക്കാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതാ ഞാനും മൂസിയും വാവിയുണ്ട്. ഞങ്ങളിതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്പോൾ വർക്ക് കാണുക, സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ബൈ.